എഴുതിയ കാര്യങ്ങൾ വ്യാജമാണെന്നോ അതോ കത്ത് എഴുതിയ ഹസൻ ഖസ്റജി വ്യാജമാണെന്നോ മനസ്സിലായിട്ടില്ല. മനസ്സിലാവുകയില്ല. കത്ത് കടലാസ് മനസ്സിലായിക്കോ. കത്ത് കടലാസ് മനസ്സിലായി. പത്രത്തിൽ കൊടുത്ത കത്തിൽ ഒരു സീലുണ്ടോ? ബാക്കിയെല്ലാം പോട്ടെ. ഒരു സീലുണ്ടോ? ഇനി നോക്കി അറ്റ സീലുണ്ടോ? ഇയാൾ പറയുന്നത് ഏതാണെങ്കിലും നബിയുടെ പേരിൽ പച്ച നുണ പറഞ്ഞ് നാടുനീളെ വാള് പറഞ്ഞ് നടക്കാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രത സംരക്ഷിക്കാൻ വേണ്ടി ആ സുരക്ഷാപരമായ ഒരു കാര്യം ചെയ്തുകൂടാ എന്നുമുള്ളൊരു വാശി ഇവർക്കുള്ളത് പോലെയാണ് മനസ്സിലാകുന്നത്. അപ്പൊ സുരക്ഷയാണ് നിങ്ങളെ പ്രശ്നം അല്ലേ? ഇവര് വാദം എന്താ? സനദില്ലാത്ത മുടിയാണ്, ആധാറാണ്. ശരിക്കും മനസ്സിലാക്കണേ. ഇയാളെ ഞാൻ പിടിച്ച് കെട്ടുന്നത് ശരിക്കും നോക്കിക്കോളി. കെട്ടയച്ചു പോകാൻ മരണം വരെ അയാൾക്ക് കഴിയൂല. ശരിക്കും നോക്കിക്കോളി. എന്നാൽ നിങ്ങൾ കുറച്ച് ആധാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ. അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങൾ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ. അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സനത് ഓ കൂരിയാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട. അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സനത് ഇങ്ങ് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സനത്, നിങ്ങൾ തുർക്കിയിലൊക്കെ പോകുന്ന ആളല്ലേ, തോക്കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കുക. പ്രസിദ്ധീകരിച്ചാ പറ ഞാനൊന്ന് നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചുകൊണ്ട് തരണ്ട. ഇത് നോക്കൂ, ഇത് കാതുറസായിട്ട് കുട്ടികളാ, അത് നോക്കൂ. നമ്മൾ നിങ്ങളത് തെളിയിച്ചു തന്നാൽ പേരോട് പിന്നെ സ്റ്റേജ് വെക്കാറൂല കേട്ടോ, കൊണ്ടുവാ. അപ്പൊ ഇയാൾ പറഞ്ഞതിന് ആദ്യം ശ്രദ്ധ. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ, നബി സല്ലല്ലാഹു നിങ്ങളുടെ പേരിൽ കാന്തപുര ഉസ്താദ് കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് കള്ളം പറഞ്ഞ കാന്തപുര ഉസ്താദല്ല, ഉസ്താദിന് ഇത് സനതുണ്ട്. നേരെ മറിച്ച് കള്ളം പറഞ്ഞത് നിങ്ങളാ. ആ നിങ്ങളെ പറഞ്ഞ സാധനത്തിന്റെ മുഴുവൻ സനതും വായിക്കും മുസ്ലിയാരെ, എന്നിട്ട് നമുക്ക് പറയാം. ഇനി എന്താ ചിലർക്കൊരു ധാരണ ഉണ്ട്, നിഷേധിക്കാൻ തെളിവ് വേണ്ട. അതും പിടിച്ചോ. ദല്ലത്തിലായത്തു അലാ അന്നൽ മുദ്ദഇയ സവാഉൻ ഇദ്ദഅ നഫിയൻ ഔ ഇസ്ബാതൻ ഫലാ ബുദ്ദ ലഹു മിന ദലീൽ വൽ ബുർഹാൻ. വാദിക്കുന്ന ആള് അയാള് ഇല്ലാന്ന് വാദിക്കുകയാണെങ്കിൽ തെളിവ് കൊണ്ടുവരണം, ഉണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ തെളിവ് കൊണ്ടുവരണം. അങ്ങനെയാ ഖുർആൻ പഠിപ്പിച്ചതെന്ന് റാസിമ പറഞ്ഞു. ഇത് പണ്ഡിതോചിത ചർച്ചയാ, കിതാബ് കെട്ടുള്ള ചർച്ച, രജിസ്ട്രാൾ ചർച്ചയല്ല. അതുകൊണ്ട് പറ തെളിവുണ്ട്, ഇല്ലാന്നുള്ളത് തെളിവുണ്ട്. അതുപോലെ അഹമ്മദ് ഖസറിന്റെ അടുത്ത് ഇല്ലാന്നുള്ളത് തെളിവുണ്ട്, ഉസ്താദിന് കൊടുത്താലെടുത്ത് ഇല്ലാന്നുള്ളത് തെളിവുണ്ട്, ഇല്ലാന്നുള്ളതിനും വേണം തെളിവ്. ഇനി എനിക്ക് പറഞ്ഞാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കണ്ണിയത്ത് ഉസ്താദ് അവർ ദുആ ചെയ്തിട്ടുണ്ട്, സമസ്തക്കെതിരെ കേസ് കൊടുത്ത ആളുകളെ മുഖം കെടുത്തണം. അതിന്റെ അവസാനത്തെ ഉദാഹരണം. സമസ്തക്കെതിരെ കാന്തപുര ഉസ്താദ് കേസ് കൊടുത്തിട്ടില്ല. കാന്തപുര ഉസ്താദ് സമസ്തയെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. സമസ്തയെ തകർക്കുന്നവരെ മൂങ്കെടുത്തോളം കണ്ണിയത്ത് ഉസ്താദ് വേർന്നിട്ടുണ്ടാവും. ആ ദുആ ഫലിക്കുന്ന നമ്മൾ കാണുന്നത്. മൂന്ന് കെടുകയാണ് നിങ്ങൾ പറ. ഇനി
ഇതിനുവേണ്ടി നാടുനീളെ ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളിലുള്ളത് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ്. തിരുകേശം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലുള്ള ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായി, വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. ലോകത്തുള്ള മഹാഭൂരിഭാഗം മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെ കാണുന്നത്. അത് തിരു കേശമാകണം. ഒരു കേശമായാൽ പോരാ, ഒരു കേശമായാൽ പോരാ. ഏതെങ്കിലും ബാർബർ ഷാപ്പിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ആരുടെയെങ്കിലും മുടിക്കല്ല പറഞ്ഞിട്ടുള്ളത്. കള്ളം പറഞ്ഞാ പോരാ. ഏത് ബാർബർ ഷാപ്പിനെ കൊണ്ടുവന്ന് പറ, പറ, തെളിവ് പറയണോ? വെറുതെ പറയല ആ മുസ്ലിയാരായിട്ട്. ഇനി എന്നാ ഇത് മുടിയാന്ന് ഞാൻ പറഞ്ഞു, ബാർബർ ഷാപ്പിൽ കൊണ്ടുവന്ന് മുടിയാന്ന് ഇപ്പയാൾ പറഞ്ഞു. എന്നാ ഇത് ആരാന്ന് പറയുന്നത് കേട്ടോളി. പത്രക്കാർക്ക് കൊടുത്ത കത്തില് ഇല്ലാത്ത വാചക ഇപ്പം വായിക്കുന്നത്. അതിന് പറയുന്നത് ആരാണ് വായിക്ക് നോക്ക്, നിങ്ങൾ അതിലുണ്ടോ നോക്ക്, പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ നോക്ക്. ആ അതിന് അറ്റസ്റ്റ് വേണോ തന്നെ. അതൊക്കെ وذلك لأن هذا الشعر الموجود عند الأخ أحمد, അനുജൻ അഹമ്മദിന്റെ കയ്യിലുള്ള ഈ മുടികൾ شعر مصنوع من ألياف اصطناعية عالية الجودة, من ألياف اصطناعية عالية الجودة, വളരെ മികച്ച ഔന്നത്യമുള്ള ചില നാരുകൾ, കൃത്രിമ നാരുകൾ ഉപയോഗിച്ച് സാങ്കേതികമായി സമന്വയിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. ബാർബർ ഷാപ്പിൽ നിന്ന് എടുക്കുക തന്നെ അതേ മൗലവി ഇപ്പോ ഒരു വ്യാജ കത്ത് വായിക്കുന്നത്. പത്രക്കാർക്ക് കൊടുത്ത കത്തിൽ അതില്ല. അങ്ങനത്തെ വാചകം കത്താന്ന് പറഞ്ഞ് വായിക്കുന്നത്. ആ വായിക്കുന്ന കത്തിൽ പറയുന്ന ആരാണ്? അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതോ ബാർബർ ഷാപ്പ് എന്നാന്ന് പറഞ്ഞതോ? പള്ളി നിർമ്മിക്കലും പള്ളിയിൽ അത് കൊണ്ടുവന്ന് വെക്കലും നേരത്തെ ഉണ്ട്. അല്ലസ്റഫു സുൽത്താനു അമറ ജാമിഅ ബിൽഖാൻ ഖാലി യർതഹിം ബിസവാബിഹി വാതാ ബിആസാരി നബി മുഹമ്മദി ശറാത്തിഹി ഖദ് ഖീല ഫീ മിഹ്റാബിഹി. വലിയ പള്ളി ഉണ്ടാക്കിയിട്ട് മിഹ്റാബിൽ തന്നെ നബി തങ്ങളുടെ ആസാറ് സൂക്ഷിച്ചു, മുടി സൂക്ഷിച്ചു. ആ പള്ളി എങ്ങനെ ഉണ്ടാക്കി? أنشأ هناك جامعا نظيما مفروشة أرضه بالرخام الملون وبنى بجباره سبيلا. അതിങ്ങനെ പറഞ്ഞിട്ടതാ പറയാണ് വഖീല ഇന്ന ബി മിഹ്റാബിൽ ജാമിൽ മദ്കൂരി 9 ശഅറാത്ത് മിൻ ശഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 9 മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി. ഒരു വലിയ പള്ളി, അതും ഏതു കാലത്ത്? പഴയ കാലത്ത് നല്ല എ ക്ലാസ് മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ട് അവിടുത്തെ മിഹ്റാബിൽ റസൂലുള്ളാഹിന്റെ മുടി കൊണ്ടുവന്ന് വെച്ചു. 9 മുടി വെച്ചു എന്ന് അതാ സുഹൃത്തുക്കളെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഇവര് പറയുന്നു മുടി പള്ളിയിൽ സൂക്ഷിക്കാൻ പറ്റൂല. ഇവരെവിടുന്നാണ് ചരിത്രം പഠിച്ചത്? എവിടുന്നാ വിഷയം പഠിച്ചത്? പള്ളി ഉണ്ടാക്കുന്ന മുടി വെക്കാനല്ല എന്ന് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു. പള്ളി ഉണ്ടാക്കുന്നത് നിസ്കരിക്കാനാ, ദിക്റ് ചൊല്ലാനാ, സലാത്ത് ചൊല്ലാനാ. അവിടെ മുടി വെക്കും. അതുകൊണ്ടാണ് തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം തന്നെ. അല്ലാതെ തിരുകേശം വെച്ചിട്ട് അങ്ങ് അടച്ചാളിയാനല്ല. ഇവർ വിചാരിച്ച അങ്ങനെ തോന്നി. തിരുകേശം കൊണ്ടിട്ട് അവിടെ വെക്കുക, വാതിലങ്ങ് അടച്ചോല, എല്ലാവർക്കും പോരുക. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. എന്തൊരു സങ്കടമായി ഇത് പഠിച്ചോലെ. പണ്ടൊരു മുജാഹിദ് പറഞ്ഞു ഓൻ കാഫറാണ്. ഞാൻ ചോദിച്ചു എന്താ ഒരു ഉദാഹരണം? എന്താ വെച്ചു? ഓൻ പള്ളി കയറി മൂത്രയിക്കുന്നെ. ഇപ്പം നോക്കുമ്പോൾ എന്താ അറിയോ, ഇയാൾ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഡ്രൈവർ നിർത്തണ വണ്ടി, ഞാൻ പള്ളി കയറി മൂത്രയിക്കട്ടെ. പള്ളി കയറി മൂത്രയിച്ചാൽ കാഫറാവില്ലേ? വീട്ടിച്ച് അയാളെ കാഫറാക്കി. ഇങ്ങനത്തെ കുറെ വ്യാഖ്യാനക്കാര്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.